കേരള രാഷ്ട്രീയത്തെ വർഷങ്ങളായി ഉലച്ചുകൊണ്ടിരുന്ന ഒരു വലിയ വിവാദമാണ് സോളാർ കേസ്. ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു ജനപ്രിയ നേതാവിന്റെ നല്ല പേരും രാഷ്ട്രീയ ജീവിതവും തകർക്കാൻ വേണ്ടി അധികാര കസേരകളിൽ ഇരുന്നവർ നെയ്തെടുത്ത വലിയൊരു ചതിക്കുഴിയായിരുന്നു അത്. പക്ഷേ ഒടുവിൽ കാലം അതിന്റെ കാവ്യനീതി നടപ്പാക്കുകയാണ്. സത്യം എപ്പോഴും ജയിക്കുമെന്ന പ്രകൃതി നിയമം ഇവിടെയും തെളിയുന്നു. മാന്യന്മാരുടെ ചമയങ്ങളിട്ട് അണിയറയിൽ ഗൂഢാലോചന നടത്തിയ ആ ഉന്നതൻ ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. നാം ഇന്ന് സംസാരിക്കുന്നത് മുൻ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ കുറിച്ചാണ്. സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും വലിയ വിമർശനങ്ങൾ നേരിട്ട, അധികാരത്തിന്റെ തണലിൽ ഒളിച്ചിരുന്ന ഗണേഷ് കുമാറിനെ നിയമപരമായും രാഷ്ട്രീയമായും പൂർണ്ണമായി തകർക്കുന്ന രണ്ട് നിർണായക കോടതി മൊഴികളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടാകുന്നത് കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. സോളാർ കേസിലെ പ്രധാന പ്രതി തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കഴിഞ്ഞിരുന്ന സമയത്ത് എഴുതിയ കത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയോ മറ്റ് പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെയോ പേരുകൾ ഒരിടത്തും ഉണ്ടായിരുന്നില്ല എന്ന് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനും നിലവിൽ തൃശൂർ SP-യുമായ K.A. മുഹമ്മദ് നിസാർ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. കൊട്ടാരക്കര കോടതിയിൽ നേരിട്ടെത്തിയാണ് ഈ ഉദ്യോഗസ്ഥൻ കേസിന്റെ ഗതി മാറ്റുന്ന നിർണായക വിവരം ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത്. സോളാർ കേസിന്റെ തുടക്കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് എവിടെയും ഉണ്ടായിരുന്നില്ലെന്നും പിന്നീട് ഉയർന്നുവന്ന ലൈംഗിക ആരോപണങ്ങളും അഴിമതി കഥകളുമൊക്കെ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായി ബോധപൂർവം കൂട്ടിച്ചേർത്തതാണെന്നുമുള്ള കോൺഗ്രസിന്റെ വാദങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതാണ് ഈ മൊഴി. അക്കാലത്ത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായ ഈ കത്ത് പിന്നീട് തിരുത്തപ്പെടുകയും പുതിയ പേരുകൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തുവെന്ന സംശയം ആദ്യമേ ഉണ്ടായിരുന്നു. ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ പേര് മുൻമന്ത്രി കെ.ബി. ഗണേഷ് കുമാറും കേസിലെ പ്രതിയും ചേർന്ന് ഗൂഢാലോചന നടത്തി വ്യാജമായി എഴുതി ചേർത്തതാണെന്ന രീതിയിലുള്ള നിയമ നടപടികൾ ആരംഭിച്ചത്. ആ കേസിലാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ നേരിട്ടെത്തി സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസിന്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ 2013 പ്രതിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം കോടതി പുറപ്പെടുവിച്ച നിർദ്ദേശപ്രകാരമാണ് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അന്ന് ആ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിരുന്ന ആളാണ് ഇന്ന് തൃശൂർ SP ആയിരിക്കുന്ന K.A. മുഹമ്മദ് നിസാർ. അന്ന് താൻ നേരിട്ട് കൈകാര്യം ചെയ്ത രേഖകളും കത്തുകളും അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഇപ്പോൾ കോടതിക്ക് മുന്നിൽ യഥാർത്ഥ വസ്തുതകൾ ബോധിപ്പിച്ചിരിക്കുന്നത്. ജയിലിൽ നിന്ന് ലഭിച്ച യഥാർത്ഥ കത്തിൽ ബിജു രാധാകൃഷ്ണൻ, ശാലു മേനോൻ എന്നിവർ മാത്രമായിരുന്നു പ്രതികളെന്നും ഇരുവരും ചേർന്ന് തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നതായിരുന്നു പ്രധാന പരാതിയെന്നും അദ്ദേഹം മൊഴി നൽകി. ഉമ്മൻചാണ്ടിയുടെ പേര് ആ കത്തിൽ എങ്ങും ഉണ്ടായിരുന്നില്ല എന്ന് ഈ ഉദ്യോഗസ്ഥൻ ആവർത്തിച്ചു പറയുമ്പോൾ പിൽക്കാലത്ത് ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ കെ.ബി. ഗണേഷ് കുമാറിന്റെ ഇടപെടലുകൾ തന്നെയായിരുന്നുവെന്ന വാദമാണ് ഇവിടെ തെളിയുന്നത്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അന്വേഷണ ഏജൻസികളെയും മാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് കത്തിൽ തിരുത്തലുകൾ വരുത്താൻ ഗണേഷ് കുമാർ ക്രിമിനൽ ബുദ്ധിയോടെ പ്രവർത്തിച്ചു എന്ന ആരോപണത്തിന് ഈ ഉദ്യോഗസ്ഥന്റെ മൊഴി വലിയൊരു നിയമപരമായ തെളിവായി മാറിയിരിക്കുകയാണ്. SP മുഹമ്മദ് നിസാറിന്റെ മൊഴിക്ക് പുറമെ ഗണേഷ് കുമാറിനെ പൂർണ്ണമായി പ്രതിരോധത്തിലാക്കുന്ന രണ്ടാമതൊരു സാക്ഷിമൊഴി കൂടി ഇപ്പോൾ കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ എങ്ങനെയെങ്കിലും പ്രതി ചേർക്കണമെന്ന് മുൻ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കേസിലെ അതിജീവിതയോട് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നതായി KPCC അംഗമായ CR നജീബാണ് കോടതിയിൽ മൊഴി നൽകിയിരിക്കുന്നത്. 2015 മെയ് മാസത്തിൽ പത്തനാപുരത്തുള്ള പാർട്ടി ഓഫീസിൽ വെച്ച് ഗണേഷ് കുമാർ പ്രത്യേക താൽപര്യമെടുത്ത് നജീബിനെയും അതിജീവിതയെയും ഒന്നിച്ച് വിളിച്ചു വരുത്തുകയായിരുന്നു. അക്കാലത്ത് UDF സർക്കാരിൽ നിന്നും രാജിവെക്കേണ്ടി വന്ന ഗണേഷ് കുമാറിന് തിരികെ മന്ത്രിസഭയിൽ കയറാൻ കടുത്ത ആഗ്രഹമുണ്ടായിരുന്നു. തന്നെ വീണ്ടും മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് മേൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുക എന്നതായിരുന്നു ഗണേഷ് കുമാറിന്റെ ലക്ഷ്യം. അതിനായി ഉമ്മൻചാണ്ടിയെ കൂടി സോളാർ കേസിൽ ഉൾപ്പെടുത്തി ഒരു കെണിയൊരുക്കണമെന്നും അങ്ങനെ ചെയ്യാത്ത പക്ഷം തങ്ങളുടെ രാഷ്ട്രീയ പദ്ധതികൾ ഒന്നും നടക്കില്ലെന്നും ഗണേഷ് കുമാർ അതിജീവിതയോട് പത്തനാപുരത്തെ ഓഫീസിൽ വെച്ച് വ്യക്തമാക്കിയതായി CR നജീബ് തന്റെ ഔദ്യോഗിക മൊഴിയിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗൂഢാലോചനയെക്കുറിച്ച് അറിഞ്ഞ ഉടൻ തന്നെ CR നജീബ് വിഷയം ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്.
ഗണേഷ് കുമാർ ഒരുക്കുന്ന കെണികളെക്കുറിച്ച് സംസാരിക്കാൻ ഉമ്മൻചാണ്ടിയെ നേരിട്ട് ഫോണിൽ വിളിച്ചുവെങ്കിലും രാഷ്ട്രീയ തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് അന്ന് സംസാരിക്കാൻ സാധിച്ചില്ല. തുടർന്ന് ഈ നിർണായക വിവരവും ഗൂഢാലോചനയുടെ വ്യാപ്തിയും ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ അറിയിച്ച് ജാഗ്രത പാലിക്കാൻ നജീബ് ആവശ്യപ്പെടുകയായിരുന്നു. ജനങ്ങളെ എത്ര കാലം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും? 25 വർഷം ചെങ്കോലും കിരീടവും അണിഞ്ഞ് ഗണേഷ് കുമാർ വാണ പത്തനാപുരം മണ്ഡലം ഇത്തവണ അദ്ദേഹത്തെ പൂർണ്ണമായും തൂത്തെറിഞ്ഞു. ആ പരാജയത്തിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഉമ്മൻചാണ്ടി ഫാക്ടർ ആയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മാങ്കോട്ട് നടന്ന യോഗത്തിൽ ചാണ്ടി ഉമ്മൻ വോട്ടർമാർക്ക് മുന്നിൽ ആ സത്യം തുറന്നു പറഞ്ഞിരുന്നു. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കി ഗണേഷ് കുമാർ ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയ കഥകൾ. ഉമ്മൻചാണ്ടിയോട് ഗണേഷ് കുമാർ ചെയ്ത അനീതികൾ മകൻ എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ പത്തനാപുരത്തെ വോട്ടർമാരുടെ കണ്ണു നിറഞ്ഞു. മണ്ഡലത്തിലാകെ കോൺഗ്രസ് ഉയർത്തിയ ഫ്ലെക്സ് ബോർഡുകളിൽ ഒരൊറ്റ വാചകമേ ഉണ്ടായിരുന്നുള്ളൂ: ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. ഇതിനു പുറമെ NSS താലൂക്ക് യൂണിയനുമായുള്ള പത്മ കഫേ വിവാദവും ഭാര്യ ബിന്ദു മേനോനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും ഗണേഷിന്റെ രാഷ്ട്രീയ പതനം പൂർത്തിയാക്കി. ഈ തോൽവി വെറുമൊരു വ്യക്തിയുടെ തോൽവിയല്ല, കേരള കോൺഗ്രസ് B എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അവസാനത്തിന്റെ ബെല്ലാണ്. പാർട്ടി രൂപീകരണത്തിന് ശേഷം ആദ്യമായി നിയമസഭയിൽ ഒരു MLA പോലുമില്ലാതെ ആ പാർട്ടി ഇന്ന് അനാഥമായിരിക്കുകയാണ്. മുൻപ് 2006 പാർട്ടി ചെയർമാൻ R ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരയിൽ തോറ്റപ്പോഴും പത്തനാപുരത്ത് ഗണേഷ് ജയിച്ചിരുന്നു. പിള്ളയുടെ മരണശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ പാർട്ടിക്ക് അതിന്റെ ഏക സീറ്റും നഷ്ടമായി. ബാലകൃഷ്ണ പിള്ളയോടൊപ്പം ഉറച്ചുനിന്ന പഴയ നേതാക്കളെയെല്ലാം ഗണേഷ് കുമാർ പിണക്കി പറഞ്ഞുവിട്ടിരുന്നു. പാർട്ടി ഓഫീസ് കൊട്ടാരക്കരയിൽ നിന്ന് മാറ്റിയതും പാർട്ടി ഭരിക്കാൻ മാനേജർമാരെ നിയമിച്ചതുമെല്ലാം അണികളിൽ വലിയ പ്രതിഷേധമുണ്ടാക്കി. ഒരു കാലത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ 28 ജനപ്രതിനിധികൾ ഉണ്ടായിരുന്ന പാർട്ടിക്ക് ഇന്ന് പത്തനാപുരത്തും കൊട്ടാരക്കരയിലുമായി അവശേഷിക്കുന്നത് വെറും 11 പേർ മാത്രമാണ്. ഉമ്മൻചാണ്ടി എന്ന ജനപ്രിയ നേതാവിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം കെട്ടിച്ചമച്ചതായിരുന്നു സോളാർ വിവാദമെന്ന് കാലം ഇന്ന് തെളിയിച്ചിരിക്കുകയാണ്. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ഒരു മനുഷ്യന്റെ ജീവിതം തകർത്തവർക്ക് അർഹിക്കുന്ന സ്ഥാനം ഇരുമ്പഴിക്കുള്ളിൽ തന്നെയാണ് എന്ന ശക്തമായ സൂചനകളാണ് ഇപ്പോൾ നിയമവഴിയിൽ നിന്ന് വരുന്നത്. വരും ദിവസങ്ങളിൽ ഈ കേസിൽ വിപുലമായ അന്വേഷണങ്ങളും ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നിയമ നടപടികളും ഉണ്ടായേക്കാം. ഉമ്മൻചാണ്ടി തന്നെ ദ്രോഹിച്ചെന്നും തന്റെ കുടുംബം തകർത്തെന്നുമുള്ള മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവന VD സതീശനെ അന്ന് പ്രകോപിപ്പിച്ചിരുന്നു. VD സതീശൻ അന്ന് തന്നെ വളരെ ശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നിരുന്നു. സ്വന്തം ഭാര്യയോട് മാപ്പപേക്ഷിച്ച് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ചരിത്രമാണ് മന്ത്രി KB ഗണേഷ് കുമാറിനുള്ളത്. ഭാര്യ ബിന്ദു മേനോനെ ഫോണിൽ വിളിച്ച് കൈകൂപ്പി മാപ്പ് പറഞ്ഞാണ് അന്ന് ആ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്നും നാണക്കേടിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടത്. അന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ഗണേഷ് കുമാറിനെതിരെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഇന്ന് VD സതീശൻ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുടെ കസേരയിലുമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ KB ഗണേഷ് കുമാറിന് ചുട്ട മറുപടി കൊടുക്കണമെന്നാണ് കോൺഗ്രസിലെ പൊതുവികാരം. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.